ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പഴംപൊരിയാണ്. പഴംപൊരി സിമ്പിൾ പഴംപൊരിയാണ്. അതിന് നമ്മൾ മൈദ എടുക്കുന്നുണ്ട്. പഴംപൊരി എത്രയാ വേണ്ടതെന്നനുസരിച്ചാണ് നമ്മൾ മൈദയൊക്കെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ഇച്ചിരി അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളവും കൂട്ടി കലക്കി വെക്കുന്നുണ്ട്. കലക്കി 2 മണിക്കൂറോളം കലക്കി വെക്കണം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് മാവ് കലക്കി വേഗം ഉണ്ടാക്കാറാണ് ചെയ്യുക. പക്ഷെ 2 മണിക്കൂർ വെച്ചാൽ നല്ല പഴംപൊരി നമുക്ക് കിട്ടും. നല്ലപോലെ മിക്സ് ആക്കുക. നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കുക. കൈ കൊണ്ട് ഇളക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് കിട്ടുക. കൈ കൊണ്ട് ഇളക്കി നല്ലപോലെ നമ്മൾ എത്രമാത്രം നന്നായിട്ട് ഇളക്കുന്നോ അത്ര നല്ല സോഫ്റ്റ് കിട്ടും. അങ്ങനെ നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കി. നല്ല മയത്തിൽ മാവുണ്ടായിരുന്നു. നല്ല പരുവത്തിലായിരുന്നു മാവ്. ആ മാവിലേക്ക് ഇച്ചിരി എള്ളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. എള്ള് ഓപ്ഷനിലാണ്. ചിലവർക്ക് എള്ളിൻ്റെ പിടിക്കുന്നില്ല. പക്ഷെ എള്ള് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ട് എള്ള് ഇട്ട് അത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഓരോ പഴം എടുത്ത് പഴംപൊരി സാധാരണ പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ, എൻ്റെ കോട്ടയത്ത് നമ്മൾ ഏത്തക്കാപ്പം എന്നാ പറയാറ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് പഴംപൊരി എന്ന് പറഞ്ഞു തുടങ്ങിയത്. നമ്മളുടെ ഏത്തക്കാപ്പം എന്നാ പറയുക. പിന്നെ എണ്ണ ഒഴിച്ച് സാധാരണ പോലെ തന്നെ എണ്ണ ഒഴിച്ച് പഴം ഇട്ട് കൊടുക്കുന്നു, ചുട്ടെടുക്കുന്നു. അത്ര തന്നെ. പിന്നെ ശ്രദ്ധിക്കുക, പഴം നമ്മൾ എന്ത് എണ്ണ പലഹാരമാക്കുമ്പോൾ ഇങ്ങനെ ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് എണ്ണ ഊറി അതിനകത്ത് ഇറങ്ങും. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എണ്ണേൻ്റെ ഒരംശം പോലും ഉണ്ടാവില്ല. എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല പഴംപൊരിയാണ്. നല്ല കളറും നല്ല ടേസ്റ്റുമുള്ള അടിപൊളി പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ മതി. നല്ല എളുപ്പ പരിപാടിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. എല്ലാവരും നോക്കുക. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.